ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന കാസർഗോഡ് രാവണീശ്വരം ജംഗ്ഷനിൽ ജലബോംബിന് സമാനമായി വെള്ളക്കെട്ട്. നിർമ്മാണ കമ്പനി അനധികൃതമായി മണ്ണെടുത്തുണ്ടായ വെള്ളക്കെട്ടാണ് ഭീതി പരത്തുന്നത്. ജിയോളജി വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം ജില്ലാ ഭരണകൂടം 1 കോടിയോളം രൂപ പിഴയിട്ട വെള്ളക്കെട്ട് 1 വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണ കമ്പനി അനധികൃത നികത്താൻ തയ്യാറായിട്ടില്ല. പശ്ചാത്തല വികസനത്തിന്റെ വേഗം വേഗത്തിൽ കുതിച്ചു പായുമ്പോൾ മറന്നുപോകുന്നതാണ് ഇതിന് സമീപത്തുള്ള സാധാരണക്കാരെയും അവരുടെ ആശങ്കകളെയും. അത്തരത്തിലൊന്നാണ് ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന അപകട സാധ്യതകൾ. അത്തരത്തിലൊന്നാണ് ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന കാസർഗോഡ് രാവണീശ്വരം ജംഗ്ഷനിലെ ജലബോംബിന് സമാനമായ വെള്ളക്കെട്ട്. നിർമ്മാണ കമ്പനി അനധികൃതമായി മണ്ണെടുത്തുണ്ടായ വെള്ളക്കെട്ടാണ് ഇപ്പോൾ ഭീതി പരത്തുന്നത്. ജില്ലാ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം ജില്ലാ ഭരണകൂടം റോഡ് നിർമ്മാണ കമ്പനിക്ക് 1 കോടിയോളം രൂപ പിഴയിട്ടിരുന്നെങ്കിലും പിഴയടയ്ക്കാനോ വെള്ളക്കെട്ട് നികത്താനോ 1 വർഷമായിട്ടും കമ്പനി അധികൃതർ തുനിഞ്ഞിട്ടില്ല. മഴയ്ക്ക് മുമ്പ് ഈ പ്രദേശത്ത് എപ്പോഴും ആശങ്ക തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ ഒരു വലിയ ജലബോംബ് ഇവിടെ കാണുന്നുണ്ട്. 1 വർഷം മുമ്പ് വളരെ നല്ല രീതിയിൽ എല്ലാവരും റിപ്പോർട്ട് ചെയ്യുകയും ഇതിന് ഉത്തരവാദപ്പെട്ട ആൾക്കാർ മുഴുവൻ ഇവിടെ വന്ന് സ്ഥലം സന്ദർശിക്കുകയും കലക്ടർ, ജിയോളജിക്കിൻ്റെ ഒക്കെ വലിയ ഉദ്യോഗസ്ഥർ വന്ന് ഇതൊക്കെ കാണുകയും വേണ്ട നടപടികൾ ഇമ്മീഡിയറ്റ് എടുക്കുമെന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒന്നും നടന്നതായി കാണുന്നില്ല. വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിലെ മണ്ണൊക്കെ പൊട്ടിയും ഇത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റോഡിലേക്ക് മണ്ണും ചെളികളെല്ലാം വരും. തൊട്ടപ്പുറം സ്കൂളുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ സ്ഥിതി. അപ്പോൾ വലിയ ആശങ്കയിലാണ് നാട്ടുകാർ. രാവണീശ്വരം ജംഗ്ഷനിൽ ദേശീയപാതയോട് 20 മീറ്റർ ചേർന്നാണ് റോഡ് നിർമ്മാണത്തിന് കുന്നിൽ നിന്ന് മണ്ണെടുത്ത് വലിയ ഗർത്തം രൂപപ്പെടുകയും കനത്ത കാലവർഷത്തിൽ പേടിപ്പെടുത്തുന്ന വെള്ളക്കെട്ടായി അത് മാറുകയും ചെയ്തിട്ടുള്ളത്. വെള്ളക്കെട്ടിന് സമീപത്തായി സ്കൂളുകളും ജനവാസ പ്രദേശങ്ങളുമുണ്ട്. അനധികൃതമായ മണ്ണെടുപ്പാണ് വെള്ളക്കെട്ട് സൃഷ്ടിച്ചത്. ജലബോംബ് കണക്കെ നിറയുന്ന വെള്ളക്കെട്ട് കാലവർഷമാകുന്നതോടെ നാട്ടുകാരുടെ ഉറക്കം കെടുത്തുകയാണ്. ദേശീയപാത നിർമ്മാണത്തിന് മണ്ണെടുത്ത ഒരു കുന്നാണിത്. ഈ കുന്ന് കഴിഞ്ഞ തവണ ഒരു ജലബോംബിന് സമാനമായ അവസ്ഥയിലായിരുന്നു മഴക്കാലത്ത്. ഇത്തവണയും മഴക്കാലമായിട്ടും ഇത് മൂടാനുള്ള ഒരു സംവിധാനവും ജില്ലാ ഭരണകൂടവും കരാർ കമ്പനിയും ചെയ്തില്ല. ആശങ്കയിലാണ് ഇവിടുത്തെ നാട്ടുകാർ. രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം, കാസർഗോഡ്.